അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വിസ്ബെറി കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് കൂടിയായിട്ടുള്ള ജർമൻ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇത് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കേക്കാണ്, നല്ല യമ്മിയുമാണ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിന് തൊട്ടായിട്ട് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യണം. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ ഫോണുകളിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇതേ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളും അതുപോലെ തന്നെ ഒരു അരിപ്പയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് മൈദയാണ് നമുക്ക് ആവശ്യം. 1 കപ്പ് മുഴുവൻ വേണ്ട, 1/4 കപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഭാഗം, ഈ 1 കപ്പിൻ്റെ ബാക്കിയുള്ള ഭാഗം ഏകദേശം ഒരു 1/4 കപ്പോളം കൊക്കോ പൗഡർ കൂടി നമുക്ക് ആഡ് ചെയ്യണം. നല്ല ഡാർക്ക് കൊക്കോ പൗഡറാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഇങ്ങനത്തെയൊക്കെ കേക്കിന്. ബ്ലാക്ക് ഫോറസ്റ്റിനും അതുപോലെ തന്നെ ഈ ജർമൻ ബ്ലാക്ക് ഫോറസ്റ്റിനൊക്കെ നല്ലത് നല്ല ഡാർക്ക് കൊക്കോ പൗഡറാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. ഈ 3 ഇൻഗ്രീഡിയൻറ്റും ഒന്ന് മിക്സ് ആവുന്ന രൂപത്തിലൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. മറ്റൊരു ബൗളിലേക്ക് നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും അതിനോടൊപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരുമിച്ചൊന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുക്കുന്ന പ്രോസസ്സ് നേരത്തെ പറയുന്നത് പോലെ തന്നെ എപ്പോഴും ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യണം. എന്നാലാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ അതിന് ടൈമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് കൊണ്ട് നന്നായി മിക്സ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഇത് 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. ഒരു വിക്സ് കൊണ്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ബൗൾ എടുത്ത് വയ്ക്കുന്നുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളാണ്, വെള്ളം ഒന്നുമില്ലാതെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന ബൗളിലേക്ക് നമുക്കൊരു 4 മുട്ടയാണ് ആവശ്യം. 4 മുട്ട എഗ്ഗും വൈറ്റും സെപ്പറേറ്റ് ചെയ്യാനാണ് 2 പാത്രം. ഇപ്പം ഞാൻ ദേ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ എഗ് വൈറ്റ്സ് ആദ്യം തന്നെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യണം. ലൂസ് സ്പീഡിലിട്ടിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യേണ്ടത്. പിന്നീട് കുറച്ച് സ്പീഡ് കൂട്ടിക്കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ബീറ്റായി കിട്ടും. ഇനി ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ ഒരു വിസ്ക് കൊണ്ട് നന്നായി നല്ല പോലെ അങ്ങ് ബീറ്റ് ചെയ്തെടുത്താൽ മതി. കണ്ട നല്ല ഫോം പോലെ ആയിട്ടുണ്ട് നമ്മുടെ എഗ് വൈറ്റ്സ് ഒക്കെ. കണ്ട നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ടുണ്ട്. ഇത് താഴേക്ക് വീഴില്ല. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്ക് നമ്മുടെ എഗ് യോക്സ് ഒന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ എഗ് യോക്ക് ബീറ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വാനില എസൻസ്, ഏകദേശം 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർക്കാനുള്ളത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ പൊടിച്ച പഞ്ചസാര നമ്മൾ കുറേശ്ശെ വേണം ഇതിലേക്ക് ഇട്ട് ബീറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ പഞ്ചസാരയുടെ മുഴുവൻ ഭാഗവും നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് ബീറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ഏകദേശം ഒരു 60% നമ്മളിതിൽ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതും നമ്മൾ ബാച്ചസ് ആയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 2-3 ബാച്ചായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എഗ് യോക്സിൻ്റെയൊക്കെ കളറ് യെല്ലോയിൽ നിന്നും ശരിക്കും മാറി നല്ല പെയിലായിട്ടുള്ള ഒരു ക്രീം കളറൊക്കെ ആയി മാറുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ പഞ്ചസാരയൊക്കെ ശരിക്കും അരിഞ്ഞു വരണം. അപ്പോൾ നമ്മുടെ പഞ്ചസാര കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കുറച്ച് ബട്ടറാണ് എടുക്കേണ്ടത്. 100 ഗ്രാം മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം കേട്ടോ. നല്ല തണുത്ത ബട്ടറൊന്നും എടുത്ത് ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ കേക്കിന് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. പാലാണെങ്കിലും ബട്ടറാണെങ്കിലും എഗ്ഗ് ആണെങ്കിലും എല്ലാം. അപ്പോൾ ബട്ടർ ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്യാം. നമ്മൾ മാറ്റി വെച്ച പഞ്ചസാര പൊടിച്ചത് നമുക്ക് ഈ ബീറ്റ് ചെയ്യുന്ന ബട്ടറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്കിൻ്റെ പഞ്ചസാരയൊക്കെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ യോക്ക് ഉണ്ടല്ലോ, യോക്കും ഷുഗറുമായിട്ട് മിക്സ് ചെയ്തത് നമ്മുടെ ഈ ബട്ടറിൻ്റെ മിക്സിലേക്ക് മിക്സാക്കി കൊടുക്കാം. കണ്ട നല്ല പോലെ അങ്ങ് ഇളക്കണം. അപ്പോൾ നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസി വരും. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ എഗ് വൈറ്റ്സ് കൂടി അതിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അത് കുറച്ചുകൂടി ലൂസാവും. എന്നിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് നമുക്ക് 2-3 ബാച്ചായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ കാണുന്ന പോലെ നമ്മൾ മിക്സ് ആക്കാൻ പാടുള്ളൂ. ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ, ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പോൾ 2-3 ബാച്ചായിട്ട് തന്നെ വേണം നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ അതുപോലെ തന്നെ ഒരു 2-3 ബാച്ചായിട്ട് വേണം നമ്മുടെ എഗ് വൈറ്റ്സും ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കാൻ. അപ്പോൾ ഏകദേശം നമ്മുടെ മിക്സിംഗ് ഒക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. പതുക്കെ സ്ലോലിയാണ് നമ്മൾ ചെയ്യേണ്ടത്.
അധികം ആ ബാറ്ററിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ വേണം ചെയ്യാൻ. ഒരേ സൈഡിലേക്ക് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ, എന്നാലാണ് നമ്മുടെ കേക്ക് നന്നായി പൊന്തി വരുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് പാലാണ് എടുക്കുന്നത്. 1/4 കപ്പ് പാലിൽ നിന്നും പകുതി ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി ഇത്തിരി തിക്കായതുകൊണ്ടാണ് ഇങ്ങനെ പാലൊഴിച്ച് നമ്മൾ മിക്സ് ചെയ്യുന്നത്. പാലിന് പകരം വേണമെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കും ഇതിൽ ചേർത്ത് കൊടുക്കാം. പാലാവുമ്പോൾ കുറച്ചും കൂടി ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ദേ ഇവിടെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡ് റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് നമ്മുടെ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൽ വേണമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഓവനിൽ ചെയ്യാം. ഓവനിൽ ചെയ്യുമ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 30 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്താൽ തന്നെ ആയി വരും. അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുമ്പോൾ സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അതും ഏകദേശം ഒരു 10 മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ എടുക്കും കുക്കായി കിട്ടാനായിട്ട്. ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഞാനിന്ന് ഓവനിലാണ് ബേക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇത് ശരിക്കും കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് അതിൻ്റെ നടുക്ക് ഭാഗത്തേക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, നല്ല ക്ലീൻ ആയിട്ടാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റിക്ക് വന്നിട്ടുള്ളത്. അതിനർത്ഥം ഇത് ഫുള്ളി കുക്ക്ഡായി എന്നാണ്. അപ്പോൾ നമുക്കിതൊന്ന് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമ്മുടെ സൈഡിലിരിക്കുന്ന ബട്ടർ പേപ്പർ അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. ഇപ്പോൾ ഇത് ഏകദേശം തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദേ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യുകയാണ്. കണ്ടോ, നല്ല ഡാർക്ക് കളറായിട്ട് തന്നെ നമുക്ക് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡാർക്ക് കൊക്കോ പൗഡർ വേണം ഇങ്ങനത്തെ കേക്ക്സിനൊക്കെ യൂസ് ചെയ്യാനായിട്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും. ഞാനിവിടെ കുറച്ച് നട്ട്സൊക്കെ ബട്ടറിൽ ഒന്ന് സോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ബദാമും പിന്നെ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പുമാണ്. ബദാമാണ് കേട്ടോ കൂടുതൽ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പീനട്ടും. ബദാം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ഐസിങ്ങിനും ഡെക്കറേഷനൊക്കെ ആവശ്യമാണ്. നമ്മുടെ കേക്ക് ഒന്ന് നമുക്ക് സ്ലൈസ് ചെയ്യാം. ഞാനിന്ന് ഇവിടെ 3 പാർട്ടായിട്ടാണ് നമ്മുടെ കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ കത്തി കൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. സിമ്പിളായിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ട, ലെയറൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ദേ അടുത്ത ഭാഗം കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ 3 ലെയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്രീമാണ് ആവശ്യം. അപ്പോൾ ഞാൻ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി കുറച്ച് വിപ്പിംഗ് ക്രീം. അപ്പോൾ കണ്ടോ, ഇതിൽ കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് കൂടി മിക്സ് ചെയ്തിട്ട് ചോക്ലേറ്റ് ക്രീം ആക്കിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബേസ് എടുത്തിട്ടുണ്ട്. 10 ഇഞ്ചിൻ്റെ ബേസാണ്. അതിലേക്ക് കുറച്ച് ക്രീം അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്ക് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്രീം അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതായത് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ വരുന്ന ഫസ്റ്റായിട്ട് വരുന്ന മുകളിൽ വരുന്ന ലെയറാണ് ആദ്യം വെച്ച് കൊടുക്കേണ്ടത്. എന്നാലാണ് നമ്മുടെ കേക്കിൻ്റെ ഷേപ്പൊക്കെ നല്ല ഭംഗിയിൽ വരുള്ളൂ. കറക്റ്റ് ആ ഒരു ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇന്ന് ഞാൻ ഷുഗർ സിറപ്പിൽ കുറച്ച് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരം മിൽക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ക്രീം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ ഫസ്റ്റ് ലെയറിൻ്റെ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ബട്ടറിലൊന്ന് സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബദാമും അതുപോലെ തന്നെ പീനട്ടും ആണ് ഇപ്പോൾ ഞാൻ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗണാഷ് കൂടി ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റ് ഗണാഷിൻ്റെയൊക്കെ റെസിപ്പി നമ്മുടെ മുൻപത്തെ വീഡിയോകളിലൊക്കെ വന്നിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. എന്നിട്ട് ജസ്റ്റ് പാലറ്റ് നൈഫ് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ക്രീം അപ്ലൈ ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മുടെ നട്ട്സൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബദാമും അതുപോലെ തന്നെ പീനട്ട്സും. എന്നിട്ട് ഞാൻ ദേ ചോക്ലേറ്റ് ഗണാഷ് കൂടി ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ലെയർ കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാം നമ്മുടെ ഷുഗർ സിറപ്പ് കൊണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ക്രീം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സൈഡ്സിലും നമ്മുടെ കേക്കിൻ്റെ സൈഡ്സിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു 15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കാം. മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും വെക്കണം. എന്നതിന് ശേഷമാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഐസിങ് നമുക്ക് ചെയ്യേണ്ടത്.
ഏകദേശം 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ പുറത്തെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ചധികം ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ കോട്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അധികം ക്രീം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു പാലറ്റ് നൈഫ് വെച്ച് നല്ല വൃത്തിയാക്കി കൊടുക്കാം. മുകൾ ഭാഗത്തും അതുപോലെ തന്നെ സൈഡുകളിലും നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന പോലെ കുറച്ച് ക്രീം എടുത്തിട്ടാണ് നമ്മുടെ സൈഡുകൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലാ ഭാഗത്തും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഈ നല്ലൊരു ഷാർപ്പ് എഡ്ജാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുകയാണ് ഒന്നുകൂടി. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ടിഷ്യോ അല്ലെങ്കിൽ ഒരു ക്ലോത്തോ നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം, നമ്മുടെ പാലറ്റ് നൈഫ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡൊക്കെ ഞാൻ തുടച്ചിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ്. മിനിമം ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഗണാഷ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ്സൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ഇന്ന് ഒഴിച്ചു കൊടുത്തത്. അല്ലാതെ ഡയറക്റ്റ്ലി വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കളയുകയാണ് ഞാൻ. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വറുത്ത നമ്മുടെ ബദാമൊക്കെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അങ്ങ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതേ ഒരു കാണുന്ന രൂപത്തിൽ കുറച്ചൊന്ന് ചെരിച്ചുള്ള ഡിസൈനിലാണ് ചെയ്യുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം പോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. ബദാമിനോടൊപ്പം തന്നെ കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ പീനട്ടും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ടുള്ള പീനട്ടും ഉണ്ട്, പൊട്ടിച്ച അതായത് ഹാഫായിട്ടുള്ള പീനട്ടും ഉണ്ട്. അതുപോലെ തന്നെ ബദാമും നമ്മൾ നേരത്തെ ഹാഫ് ആക്കിയിട്ടുള്ള ബദാമും ഉണ്ട്, അതുപോലെ തന്നെ ഫുള്ളായിട്ടുള്ള ബദാമും ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഞാനിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല റിച്ച് ആയിട്ടുള്ള നമ്മുടെ കേക്കാണിത്. അപ്പോൾ ഇത്രയും ഐറ്റംസൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ല രുചികരമായിട്ടുള്ള കേക്കാണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഡെക്കറേഷനൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു 3-4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. മിനിമം ഒരു അരമണിക്കൂർ ആകുമ്പോഴാണ് നമ്മുടെ ഈ ചോക്ലേറ്റ് അങ്ങ് സെറ്റായി കിട്ടുന്നത്. അപ്പോൾ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, നല്ല എലഗൻ ലുക്കല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മുറിക്കുന്ന വീഡിയോയിലേക്ക് കടക്കാം. ഈ കേക്ക് മുറിച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ടെന്ന് കൂടി കാണണ്ടേ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ലെയേഴ്സൊക്കെ അടിപൊളിയാണ്. ഈ ചോക്ലേറ്റ് ക്രീമും അതിനോടൊപ്പം തന്നെ നട്ട്സും. പിന്നെ കണ്ടോ, ലെയറൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല യമ്മി കേക്കാണ്, നല്ല സോഫ്റ്റ് ആണെന്ന് നേരത്തെ മനസ്സിലായല്ലോ. അപ്പോൾ ഇതെല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാൻ പറ്റാത്തവർ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും ഫ്രം സ്വിസ്ബെറി. താങ്ക് യു ഫോർ വാച്ചിങ്.